പൃഥ്വിരാജ്, നിങ്ങൾ ഇനിയും വേട്ടയാടപ്പെടും. നിങ്ങളുടെ ഭാര്യ അർബൻ നക്സലൈറ്റ് ആകും. നിങ്ങൾ ഐസിസ് ചാരനായി മാറും. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൗസർ ബാനുവിന്റെ ഗർഭാശയത്തിലെ ഭ്രൂണത്തെ തൃശൂലത്തിൽ കോർത്തെടുത്തവരുടെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലിരിക്കുന്ന കാലത്തോളം നിങ്ങൾ മറിച്ചൊരു നിലപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലെന്ന് വ്യക്തമാണ്. അധികാരത്തിന്റെ ചെങ്കോല് കൊണ്ട് മലയാളിയെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ RB ശ്രീകുമാർ എന്ന തിരുവനന്തപുരത്തുകാരനെ മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. പൃഥ്വിരാജിനെയും ഗോകുലം ഗോപാലിനെയും ED ഉപയോഗിച്ച് വേട്ടയാടുന്നതോടെ 2002 ഗുജറാത്ത് വംശഹത്യ ചരിത്രത്തിൽ നിന്ന് ഒളിപ്പിച്ചു വയ്ക്കാമെന്ന വ്യാമോഹത്തിലാണ് സംഘപരിവാർ. നിങ്ങളുടെ അധികാരത്തിന്റെ പരവതാനിക്ക് കീഴിലുള്ള ചോരക്കറയുടെ കണക്ക് ഇനിയും ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഗുജറാത്തിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വംശഹത്യ തുറന്നു കാട്ടിയെന്ന കാരണത്താൽ എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പ്രതികാരത്തിനിറങ്ങുമ്പോൾ സംഘപരിവാരം മറന്നുപോയ സഞ്ജീവ് ഭട്ട് മലയാളികളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. 2002 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്ക് വംശഹത്യയിൽ പങ്കുണ്ടെന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച സഞ്ജീവ് ഭട്ടും നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് നരനായാട്ട് നടന്നതെന്ന് വിളിച്ചു പറഞ്ഞ RB ശ്രീകുമാറും മുസ്ലിം വംശജരായിരുന്നില്ല. സഞ്ജീവ് ഭട്ടും RB ശ്രീകുമാറും വിരൽ ചൂണ്ടിയ സനാതന ധർമ്മമാണ് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിൻ്റെതും. ഗുജറാത്ത് വംശഹത്യയിലെ നരേന്ദ്രമോദിയുടെ പങ്ക് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയ സഞ്ജീവ് ഭട്ട് ഇന്നും ജയിലിലാണ്. വർഗീയത അധികാരത്തിൽ തുടരുന്ന കാലം വരെ അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. RB ശ്രീകുമാറിന് അർഹമായ DGP പദവി ലഭിക്കാൻ ഒടുവിൽ വിരമിക്കും വരെ കാത്തിരിക്കേണ്ടി വന്നതും ഇതേ വർഗീയ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ മുഷ്ക കൊണ്ട് മാത്രമായിരുന്നു. എതിർത്തവരുടെയും സത്യം വിളിച്ചു പറയാൻ ശ്രമിച്ചവരുടെയും ചോര വീണപ്പോൾ 2002 ഗുജറാത്ത് വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയവർക്ക് പിന്നീട് ഒരിക്കലും സംസ്ഥാനത്ത് അധികാര കസേര നഷ്ടമായിട്ടില്ല. നരനായാട്ട് നടത്തി അധികാരത്തിലെത്തിയവരെ സിനിമ കൊണ്ട് പ്രകോപിപ്പിച്ചാൽ നിങ്ങളുടെ തലയ്ക്ക് നേരെയും അവർ റിവോൾവർ എടുക്കുക തന്നെ ചെയ്യും. അതിന്റെ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നൽകുന്ന വാറോലകൾ. എമ്പുരാൻ റിലീസിന് പിന്നാലെ ഗോദ്രയിലെ തീവണ്ടി അപകടത്തിൽ വെന്തുമരിച്ചവരെ മുസ്ലിം വർഗീയ വിദ്വേഷത്തിൽ ചാലിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ അവർ വീണ്ടും ഗുജറാത്ത് വംശഹത്യയുടെ കാരണമാക്കി മാറ്റുകയാണ്. ബാബ ബജ്രംഗി എന്ന പേര് കേട്ടതോടെ ഹാലിളകിയ സംഘപരിവാരം എമ്പുരാനെതിരെ വിദ്വേഷം വിതറുമ്പോൾ രാജ്യത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ബജ്രംഗിയുടെ അഭിമുഖവും അതിൽ അയാൾ സാക്ഷ്യപ്പെടുത്തിയ നരേന്ദ്രഭായി അനുവദിച്ച 3 ദിവസവും മാഞ്ഞു പോകില്ല. മാധ്യമപ്രവർത്തകനായ കരൺ ഥാപ്പറിന്റെ അഭിമുഖത്തിൽ നിന്ന് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കണ്ണുരുട്ടി ആക്രോശിച്ചിറങ്ങിപ്പോകുന്ന നരേന്ദ്രമോദിയുടെ മുഖം മതേതര ഇന്ത്യ ഒരിക്കലും മറക്കില്ല. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കാത്തിരിക്കുന്നവർ തങ്ങൾ നടത്തിയ കൂട്ടക്കുരുതികളുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ BBC പോലും കൂച്ചുവിലങ്ങിട്ടു. നിങ്ങൾ മറച്ചുവെക്കും തോറും ഈ രാജ്യത്ത് കാരണമില്ലാതെ കണക്കില്ലാതെ കൊല്ലപ്പെട്ടവരുടെ ചരിത്രം ഇനിയും ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസും പോലുള്ള ഏത് വൈകൃത സൃഷ്ടിയും നിങ്ങൾക്കിവിടെ പ്രദർശിപ്പിക്കാം. എന്നാൽ ഇതാണ് ചരിത്രമെന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ പുതുതലമുറയുടെ മുന്നിൽ അമ്പേ പരാജയപ്പെടും. നുണയുടെ തൂലികയിൽ നിങ്ങൾ മെനഞ്ഞെടുക്കുന്ന ചരിത്രമല്ല, ബാബ ബജ്രംഗിയെ പോലുള്ളവരെ ചേർത്തു നിർത്തുന്ന, ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്തവരെ തിലകം ചാർത്തി ആദരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ പുതുതലമുറ കൂടുതൽ മനസ്സിലാക്കുന്നുവെന്ന് തിരിച്ചറിയുക.